ദൈവത്തിന്റെ മുമ്പിൽ എന്റെ തലയിലെ ഒരു രോമം പോലും നിരത്തുവിടാൻ അവൻ അനുവദിക്കുന്ന ഉറപ്പുള്ളത് കരങ്ങളെ അടിച്ച് അകലങ്ങളെ തുറന്ന് ആ വിശുദ്ധ കരമാണ് ഞാനെന്ന് ഉറപ്പ് പ്രാപിച്ചവൻ ദൈവത്തെ ആരാധിക്കട്ടെ. ഒരർത്ഥം നിനക്ക് ഭവിക്കുകയില്ല, ഒരു മമതയിൽ നിന്റെ കൂടാരത്തിനടങ്ങിയില്ല. കഴിഞ്ഞ 2 വർഷമായി ഈ ലോകവ്യാപകമായ പകർച്ചവ്യാധികളാൽ ഞങ്ങളെക്കാൾ ശക്തന്മാരായ ദൈവഭക്തന്മാർ, വിശ്വസ്തന്മാരായ ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിയവർ ഈ രോഗം വന്നും അല്ലാതെയും മരണപ്പെട്ടു. പല മരണങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചു. പല കൊറോണ ബാധിച്ച ഭവനങ്ങളിൽ കടന്നുപോയി അവരെ സഹായിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. എങ്കിലും കർത്താവിന്റെ കൃപയാൽ പറയട്ടെ, 2 വർഷമായിട്ടും ഒരു വൈറസും എന്റെ ഉള്ളിൽ കയറാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം 91 സങ്കീർത്തനത്തിൽ വചനം പറയുന്നു, ഇസ്രായേൽ പാളയത്തെ നോക്കി മോശയിലൂടെ പറഞ്ഞു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. ഹല്ലേലൂയ. സ്വതന്ത്ര നമ്മുടെ ഭക്തിയുടെയും നമ്മുടെ സ്വതന്ത്ര വിശുദ്ധിയുടെയും സ്വതന്ത്ര മാനദണ്ഡമല്ല ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ രോഗം വന്നിട്ട് മാറിയവരെ ഭൂമിയിലുണ്ട്. സ്വതന്ത്രം തീരെ കൂടെ നടന്നാൽ വീണ്ടുപോകില്ല, അഗ്നിയോടെ ദഹിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഭയപ്പെടാത്തത്? സ്വതന്ത്ര മെഡിക്കൽ കോളേജിന്റെ 16ാമത്തെ വാർഡിൽ മരണം പ്രതീക്ഷിക്കണമെന്ന് എന്നെ 5 ആശുപത്രി കൈവിട്ട് ഷുഗർ 600 കഴിഞ്ഞിടത്ത് ഡയബറ്റീസ് ഈസ് അൺകൺട്രോൾഡ് ബൈ മെഡിസിൻ എന്ന് വൈദ്യശാസ്ത്രം എഴുതി വെച്ചപ്പോൾ അവിടെ ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ച ഒരു സ്വതന്ത്രന്റെ ഡോക്ടറാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞാൻ എവിടെയും പറയും, സകല ഡോക്ടർമാരും മെഡിക്കൽ കോളേജിൽ കൈവിട്ടാലും കൈവിടാത്ത പരാജയപ്പെടാത്ത ഒരു ഡോക്ടറുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അവന്റെ സ്വന്തം രക്ത സകല മരുന്നുകളേക്കാൾ വീര്യം കൂടി രക്തമാണ്. ഒരിക്കലെങ്കിലും അതിന്റെ അകത്ത് മുദ്ര ചെയ്യപ്പെട്ടവരുണ്ടെങ്കിൽ അവനെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് യേശു എന്ന ദൈവ കുഞ്ഞാടിന് നിഴലായിരുന്നു. ആ രക്തം കട്ടളക്കാലം കുറുമ്പടിമേലും തൊട്ടതായ ജനത്തിന്റെ മേല് സ്വതന്ത്രം സംഹാരക ദൂതൻ വരെ 10 വാതകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ 10 വാതകളിൽ ഒന്നുപോലും ഇസ്രായേൽ ജനം പാർത്ത ഗോശൻ ദേശത്തിലോ അവരുടെ കന്നുകാലികളിലോ അവരിൽ ഒരെണ്ണത്തിനെ പോലെ തൊടാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിലും പലകാലത്ത് ദൈവ കുഞ്ഞാടാവുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവന്റെ ശരീരത്തിനും രക്തത്തിനും പങ്കാളികളായ നിന്നെ തൊടാൻ, നിന്റെ തല മുതൽ പാദം വരെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നീ കടന്നു പോകുന്ന ഭവനത്തിൽ ആളുകൾ വ്യാപരിക്കപ്പെടും. മന്ത്രവാദികൾ കൊടികുത്തി വാഴുന്നിടത്ത് നിനക്ക് നിർഭയനായി നിൽക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വ്യക്തിയാണ്. എന്റെ പിതാവ് 14 വർഷം ഒരു വിശുദ്ധ സ്ഥലം എന്ന് അവർ പറയുന്ന തീർത്ഥാടന സ്ഥലത്തില് പാപം തീർക്കാൻ പോയ വ്യക്തിയാണ്. പാപം തീരാതെ പാപത്തോട് പാപം കൂട്ടപ്പെട്ടവനായി 14 വർഷം സ്വതന്ത്രം പോയ വ്യക്തി ഭ്രാന്ത് പിടിച്ച് തിരിച്ചു വന്നു. പാപം തീർക്കാൻ പോയ ഞങ്ങളുടെ ബാല്യപ്രായത്തിൽ ഞങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ 3 ആൺപിള്ളേരാണെങ്കിൽ ഒരു ചെറ്റക്കുഴിയിൽ കിടന്നുകൊണ്ട് എന്റെ മാതാവ് സ്തോത്രം അന്നത്തെ വിശ്വാസം അനുസരിച്ച് CSI പള്ളിയിൽ പൊയ്ക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ചേർത്ത് ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കാറുണ്ട്. എന്നാൽ ആ ചെറ്റക്കുടിലിനും എന്റെ പിതാവ് തീയിട്ടു. ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം സ്തോത്രം, അമ്മയുടെ സാരി, ഞങ്ങളുടെ ഡ്രസ്സ്, ഞങ്ങളുടെ സ്തോത്രം ചെരുപ്പുകൾ, ഇതെല്ലാം വാരി തീയിട്ട് അമ്മ കഞ്ഞി വെച്ചിരുന്നതായി കഞ്ഞി എടുത്ത് അതിൻ്റെ കൂടെ മറിച്ചിട്ട് എന്റെ പിതാവ് ദേശത്തിന് സ്വസ്ഥതയില്ലാതെ ഓടി. ആ രംഗം കണ്ടു വളർന്നവനാണ് ഞാൻ. എന്റെ മനസ്സിൽ ഇന്നും സ്തോത്രം ആ വേദനിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. ആ സ്തോത്രം അതേ സ്ഥാനത്ത് അദ്ദേഹം ഭ്രാന്തി പിടിച്ചോടുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾ ഇന്നും പേരെക്കുളത്തുണ്ട്. എന്റെ ഒരു കൊച്ചപ്പൻ അദ്ദേഹവും എല്ലാ വർഷവും ഈ പറഞ്ഞ സ്ഥലത്ത് പോകും. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. 1 ഏക്കർ സ്ഥലവും 3 മക്കളും 2 ആൺപിള്ളേരും 1 മകളും. അവരൊക്കെ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അതോടൊപ്പം എന്റെ ഒരു കൊച്ചപ്പൻ ആയുർവേദ കോളേജിലെ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരുസ്വാമി ചന്ദ്രൻ എന്ന് പറയുന്ന. ഞങ്ങൾ വളർന്ന സമയം മുതൽ ഇതെല്ലാം കണ്ട് എന്റെ അമ്മ
കത്തോലിക്ക പാരമ്പര്യത്തിൽ കൊടിയൂർ RC പള്ളി അവിടെയുള്ളതായ ആ ഒരു കുടുംബത്തിലെ മൂത്ത മകളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് 33 കോടി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എന്റെ അമ്മയുടെയും കുടുംബം മോശമല്ല, അതിനേക്കാളും വിശുദ്ധന്മാരും പുണ്യവാന്മാരും മധ്യസ്ഥന്മാരും ശിവാശന്മാരും ഉള്ളയിടത്ത് ഒക്കെ കൂടിയിട്ട് കാശിന് സമാധാനം കിട്ടാൻ എന്റെ 17ാമത്തെ വയസ്സ് വരെ ഒരൊറ്റ ദൈവങ്ങൾക്കും തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ഈ പള്ളിക്കകത്ത് ഇന്ന് നിൽക്കുകയില്ലായിരുന്നു. 17ാമത്തെ വയസ്സിൽ തകർന്ന് തരിപ്പൂർണമായി നട്ടല് സ്വന്തം നിവർന്നു നിൽക്കാൻ കഴിയാതെ SSLC കഴിഞ്ഞ് പഠിക്കാൻ കഴിയാതെ കണ്ണിൽ പഴുപ്പിറങ്ങിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ മന്ത്രവാദത്താലും ആഭിചാരത്താലും തകർക്കപ്പെട്ട് ഭ്രാന്തന്റെ മകനെന്ന് വിളിക്കപ്പെട്ടതായ സ്ഥാനത്ത് നിന്നയും ചുമന്നുകൊണ്ട് ഞാൻ ദൈവത്തോടെ ഒരു തീരുമാനം ചെയ്തു. ഞങ്ങൾക്ക് സമാധാനം തരാൻ 33 കോടിയിലോ ഈ പുണ്യവാളന്മാരിലോ ആരുമില്ലെങ്കിൽ ഞാൻ ഈ 17ാമത്തെ വയസ്സിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഇല്ല, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ വെളിപ്പെട്ടു വരാം. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ കാട്ടാക്കട ഒരു ദേവദാസന്റെ പ്രസംഗം ഞാൻ കേട്ടു. എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിരങ്ങൾ കൂടി വരുന്നിടത്ത് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ല കേട്ടില്ലാത്ത നിന്റെ ജീവിതത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം, നിന്റെ ജീവിതത്തിൽ നീ ചോദിക്കുന്നതായ വിടുതല്, നിന്നെ രക്ഷിപ്പാൻ ഒരു മതം നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി നിനക്ക് വേണ്ടി മരിച്ചില്ല. നിനക്ക് വേണ്ടി മരിച്ചത് യേശു മാത്രമാണ്. ഒരു പാസ്റ്ററോ ഒരു പുരോഹിതനോ നിനക്ക് വേണ്ടി മരിച്ചില്ല. ആ യേശുവിനെ നീ ഹൃദയം കൊടുത്താൽ അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായി തീരും എന്ന് പറഞ്ഞപ്പോൾ യേശു എന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് വന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കും അഴിക്കാൻ കഴിയാത്ത 2 ഇരുമ്പ് ചങ്ങലകൾ എന്റെ കാലിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിലും അവിടെ നടന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നുപോയി. അടുത്ത സ്തോത്രം പ്രീ-ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് സ്തോത്രം ഞാൻ അടുത്ത് BA പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലൊരു മീറ്റിംഗിൽ അഭിഷേകം ആവശ്യമുള്ളവര് സ്നാനപ്പെടുന്നതിന് മുമ്പായാലും അഭിഷേകം കിട്ടിയിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നു, വരിക, നിങ്ങൾ അത് കഴിഞ്ഞ് സ്നാനപ്പെട്ടാൽ മതി. ദേവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ യാന്ത്രികമായിട്ട് അവിടെ പോയി. അവർ എന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചതും അഭിഷേകം എന്റെ ഉള്ളിൽ വന്നു. അന്യഭാഷ അടയാളത്തോടെ ഞാൻ തുള്ളിച്ചാടുവാൻ തുടങ്ങി. എന്റെ ശാരീരിക ബലഹീനതകൾ നീ എടുത്തു മാറ്റി. ദൈവം എന്റെ ആത്മീയ കണ്ണു തുറന്നു. അന്ന് മുതൽ 23 വർഷക്കാലമായി ഇന്ന് വരെ നിലനിൽക്കുവാൻ, ആത്മീയ കർത്താവിന് വേണ്ടി ഓടുവാൻ, ആത്മാക്കൾ നേടുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചെങ്കിൽ അവൻ അത്ഭുത മന്ത്രിയായി തീർന്നിരിക്കുക, അവൻ നിത്യപിതാവായി തീർന്നിരിക്കുക, അവൻ സമാധാന പ്രഭുവായി. എന്റെ കുടുംബത്തിലെ ഞാൻ സ്നാനപ്പെട്ടു വന്നപ്പോൾ എന്റെ കുടുംബത്തിലെ പ്രശ്നം, എന്റെ പിതാവ് എന്റെ കഴുത്തിന് പിടിച്ച് ദൂരെടുത്തെറിഞ്ഞു. എന്റെ അമ്മ ചൂലെടുത്ത് എന്നെ അടിച്ചു. എന്റെ ജ്യേഷ്ഠനും അനുജനും ഒക്കെ എന്നെ സ്വാതന്ത്ര്യം മുഷ്ടി ചുരുട്ടി കുത്തുവാൻ വേണ്ടി വന്നു. കൂട്ടുകാരെല്ലാം എന്നെ നിന്ദിക്കും. ആ സമയത്ത് ഒരു കറുത്തവൈകിട്ട വേദപുസ്തകം മാത്രം എന്നെ മുതൽ കൂട്ടാൻ ഒരു കവർ പോലും ഇടാതെ ഞാൻ സ്തോത്രം എപ്പോഴും എന്നെ നെഞ്ചോട് പിടിച്ചുകൊണ്ട് ബസ്സിനും അവിടെ ഇവിടെ കോളേജിന് പഠിക്കുന്നിടത്തെല്ലാം ഈ സുവിശേഷം പറയുവാനിടയായി. സ്തോത്രം എന്റെ അമ്മ എന്റെ ബാഗിനകത്ത് ഈ ബൈബിൾ സ്തോത്രം ഞാൻ ഒളിച്ച് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എന്റെ അമ്മ, ആ CSC-കാരിയായ അമ്മ, ഒരു ദൂരെ എടുത്ത് സ്തോത്രം വേദപുസ്തകം എറിയാനിടയായി. നിന്നെ ആരോ കൊണ്ടുപോയി നശിപ്പിച്ചു, നിന്നെ നാമാവശേഷമാക്കി, നിന്നെ CSC പള്ളിയിലെ പുരോഹിതനാകാൻ വേണ്ടി ഞങ്ങൾ നേർന്നതാണ്. സ്തോത്രം അംഗീയം ഇട്ട് ഒരു 50,000 ശമ്പളവും മേടിച്ച് 23 വർഷത്തിനിടയ്ക്ക് എനിക്ക് സ്വന്തം ഇന്നിരിക്കാമായിരുന്നു. എന്റെ കൂടെ ഇരുന്നവരെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ എന്റെ ദൈവം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ഇസ്രായേലിലുള്ള അധികാരത്തെക്കാളും വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലുള്ള ദൈവജനത്തോട്, ആദിവാസികളോട് കഷ്ടം സഹിക്കാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അംഗികൾ എന്നോടുകൂടെ ഇരുന്നവരൊക്കെ ഇട്ട് അവിടെ ഇരിക്കുമ്പോൾ അവർക്കില്ലാത്ത പദവി, അവര് പറഞ്ഞ പിച്ചാല് പോകത്തില്ല, അവര് പറഞ്ഞ രോഗം പോകത്തില്ല. കഴിഞ്ഞ ദിവസവും കമ്പനി മുക്കിൽ ഇന്നലെ രാത്രിയിൽ ഒരു കിടരോഗിയായി കിടക്കുന്ന CSI പള്ളിയിലെ കപ്പിയാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമിടയാക്കി. ഒരു മാസം കൊണ്ട് 23,000 രൂപയ്ക്ക് ബെഡ് ഒരുക്കി
30 ദിവസമായി മെഡിക്കൽ കോളേജ് വീടുമായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു നേഴ്സ് വന്ന് മൂക്കിന്റെ ഭാഗമെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി. ഞാൻ പറഞ്ഞു, യേശു നിങ്ങളെ ഇന്ന് രാത്രികാലം വിടുവിക്കും. അവിടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെ കപ്പിയാല് 3 മക്കള്, ഭാര്യ എന്നെ വിളിച്ചോണ്ട് പോയി. എന്റെ രണ്ടുകൾ എല്ലാത്തിനും ആദ്യം ചെയ്തത് രോഗശാന്തി പ്രാർത്ഥനയല്ല, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കാൻ പറഞ്ഞു. യേശു ചെയ്ത മാതൃക പ്രകാരം സ്നാനപ്പെടാൻ തീരുമാനമെടുക്കാൻ പറഞ്ഞു. അത് സ്തോത്രം പറഞ്ഞു. എന്റെ വാദികൾ പറഞ്ഞു കൊടുത്ത് അവൻ രക്ഷാനിർണയം പ്രാപിച്ച പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി അവിടെ ഇറങ്ങി വന്നു. ഞാൻ സ്തോത്രം അത് പറഞ്ഞു. ഈ ട്യൂബ് ആരാണോ ഇട്ടത് ആ ട്യൂബിനെ അടുത്ത ദിവസം നേഴ്സിനെയോ ഡോക്ടറെയോ കൊണ്ട് എടുത്ത് മാറ്റിക്കണം. വിശ്വാസമുണ്ടോ? ഉണ്ട് പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട ദൈവം എടുത്തു കഴിഞ്ഞു, എനിക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഞാനത് ചെയ്യത്തില്ല. അവരും കൂടെ വിശ്വസിക്കുവാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവസന്നിധിയിൽ അവരുടെ ജീവിതങ്ങൾ രക്ഷാനിർണയം പ്രാപിച്ചപ്പോൾ അവിടെയുള്ളതായ അവരുടെ അച്ഛൻ, നമുക്ക് ഒരു പിതാവേ ഉള്ളൂ, അപ്പൊ അവർക്ക് അവരുടെ പിതാവ്, അവരുടെ അച്ഛൻ അവിടെ കയറി വന്നു. അതിന്റെ കൃപയാൽ വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിക്കണം. അതിന്റെ സ്വന്തം തലേ ദിവസവും 2 ഒരു പട്ടാളക്കാരനെ കർത്താവിന്റെ കൃപയാല് രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ദൈവം വീണ്ടും നാളുകളിൽ അവന്റെ ഭാര്യയും 2 വർഷം കൊണ്ട് പിള്ളേരില്ല. ആദ്യം നിനക്ക് പിള്ളേരെ കിട്ടാനല്ല, നീ രക്ഷ പ്രാപിച്ചിട്ട് വേണം. സ്വന്തം ഇല്ലാതെ കിടക്കുന്നതിന് നീ രക്ഷപ്പെട്ടിട്ടും നീ കോടീശ്വരനായിട്ടും നീ സ്വന്തം BMW കാർ എടുത്തിട്ടും എന്റെ ദൈവത്തിന് ഒരു പ്രയോജനമില്ല. നിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോയാൽ അത് പ്രസംഗിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവദാസന് ഒരു പ്രതിഫലമുണ്ട്. എന്റെ ദൈവത്തിന് ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശുഭകരനാക്കി 2 വർഷമൊക്കെ പ്രാർത്ഥിച്ച് ഉപദേശങ്ങളും കൊടുത്ത് പറഞ്ഞ വിഷയത്തിന് അപ്പുറവും വിടുതൽ ദൈവം കൊടുത്തിട്ട് മുങ്ങാൻ പറയുമ്പോ പുറകോട്ട് ഒരു പിടി. ചില ആടുകളെ നമുക്കറിയാം, ആടുകൾ വെള്ളം കാണുമ്പോ പുറകോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കാരണം ഉള്ളിലൊരു വലിവുണ്ട്. ആ വലിവ് മാറണം. അത് മാറിയിട്ട് ദൈവസന്നിധിയിൽ സ്നാനക്കാളുകൾ കാണുമ്പോൾ എടുത്ത് ചാടാൻ വേണ്ടി തോന്നണം. രാജസ്ഥാനിൽ 41 സ്നാന ക്ലാസും കൊടുത്ത് സ്നാനപ്പെടുത്തിയിട്ട് നിൽക്കുമ്പോൾ ഒരു അമ്മച്ചി പമ്പ് ചെയ്തതോ ഓടി വരികയാണ്, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ എന്റെ മിഷണറിയോട് ചോദിച്ചു, ഈ അമ്മച്ചി നമ്മുടെ സ്നാന ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണോ? ഇല്ല. എനിക്ക് അടുത്തതിന് സഹോദര അവര് നമുക്ക് എപ്പോഴും ഒരു സ്റ്റോക്ക് എപ്പോഴും കാണണം. സഹോദര എല്ലാ റേഷൻ സാധനങ്ങൾ പെയ്യാലും ഒരു ചാക്കിങ്ങനെ സ്റ്റോക്ക് കാണണം. നമുക്ക് അടുത്ത സ്നാനത്തിന് അഥവാ സഹോദര കർത്താവ് അതിനകത്ത് വന്ന കള്ളം പെയ്യതുപോലെ നമുക്ക് പോകാം. കള്ളനിന് വേറൊരു അവസരമില്ല. ചിലർ ചോദിക്കാറുണ്ട്, കാൽവരിയിലെ കള്ളം മുങ്ങിയതാണോ? യഥാർത്ഥ കർത്താവിന്റെ മരണം നിരുത്തങ്ങളോട് ഏകീകരിക്കാൻ ഭാഗ്യം കിട്ടിയത് അവനാണ്. 14 വർഷം കൊണ്ട് പാസ്റ്റർമാരെ വിളിച്ച് പ്രസംഗം കേൾപ്പിക്കുകയാണ്. പക്ഷെ പുള്ളി അതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. പള്ളിയുണ്ട്, വേദപുസ്തകമുണ്ട്, 10 സെന്റ് കൊടുത്തിട്ടുമുണ്ട്. പേരെവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരു 2 ദിവസം കൺവെൻഷൻ നടത്താൻ ഈ കോമ്പൗണ്ട് ഉള്ളത്. വേറെ പറയും, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകത്തില്ല, ഞാൻ വിളിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോകാൻ. ഫിലിപ്പോസ് വിളിച്ചില്ല, ഫിലിപ്പോസിനെ ശണ്ടം വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അവരെ ഗസക്കെതിരെയുള്ള മരുഭൂമി പോകാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ ഒരു സ്നാനം നടക്കുകയില്ലായിരുന്നു. കർത്താവ് അയക്കുന്നിടത്ത് കാരാഗ്രഹത്തിലായാലും തെരുവോരങ്ങളിലായാലും നീ പോക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവന്റെ വാക്ക് വിശ്വസിച്ച് പോയാൽ നിനക്കുള്ള പണം നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. മുൻപേ അവന്റെ ദൈവരാജ്യവും നീതിയും അതോടുകൂടെ സകലതും തരാം. മരുഭൂമിയിൽ പോയെടുത്ത് രാജസ്ഥാനിൽ ഞാൻ പോയപ്പോൾ കമ്പാർട്ട്മെന്റിൽ മുഷിഞ്ഞ ഈ സ്വാതന്ത്ര്യമത് ഈ ലോക്കൽ കമ്പാർട്ട്മെന്റ് അറിയാമോ? കക്കൂസിൽ വരെ ആൾക്കാർ കയറി കിടക്കുന്നിടത്ത് സ്വാതന്ത്ര്യം വലിഞ്ഞു കയറി പോയ ആ സമയത്ത് സ്വാതന്ത്ര്യം കാശില്ലാതെ ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ചിലര് ചോദിക്കാറുണ്ട്, ദൈവം നൂലിൽ കെട്ടി ഇറക്കുമെന്ന്. ഞാൻ എന്നോട് ചോദിച്ചാൽ അതും ദൈവം ചെയ്യുമെന്ന് ഞാൻ പറയും. നൂലും വേണ്ട, അല്ലാതെ ദൈവം ഇറക്കി തരും. ആ സമയത്താണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നോട്ട് പിൻവലിച്ചത്. ഞാനും എന്റെ കൂടെ മറ്റൊരു വ്യക്തിയോട് അവനും രക്ഷിക്കപ്പെട്ടു. അവരും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടു. ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു പാസ്റ്ററുടെ മകൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവരെ എങ്ങനെയും കൊണ്ട് രക്ഷപ്പെടുത്തണം പാസ്റ്ററെ പറഞ്ഞപ്പോ
രക്ഷപ്പെടുത്തുന്ന ദൈവം എന്റെ കൂടെ മരുഭൂമി വരാൻ തയ്യാറാണ്. അവൻ വന്നു. കാലിൽ വെരിക്കോസ് ബാധിച്ച കാലില് പഴുപ്പും ചാടിക്കൊണ്ട് എന്റെ കൂടെ ഡ്രസ്സുകളും പയദവസ്തുവും എല്ലാം മാറി മാറി ഞങ്ങള് തോളുകളിലെടുത്ത് ചുമന്നുകൊണ്ട് നടന്നു. സോദരാവസാനം അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ള സാമ്പത്തികമില്ലാതിരിക്കുമ്പോൾ അവന് ബാക്കിന്റെ സീറ്റിലിരുന്ന് ഇറങ്ങുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഞാനിരുന്ന് ഉറങ്ങിയ കർത്താവിനോട് ഞാൻ ഉള്ളം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആരോ എന്നെ തട്ടി ഉണർത്തുന്നത് പോലെ എന്റെ സോദരമത് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആരുമില്ല. എന്റെ ഈ സൈഡ് സീറ്റ് എം ആയി കിടക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു 2000 ഒരു ഒടവില്ലാത്ത ഒരു നോട്ട്. ആ നോട്ട് ഞാൻ എടുത്ത് ദൈവസഭയുടെ ബസ്സിനൊക്കെ ചെലവഴിച്ച് തിരിച്ച് 3 അവിടെ ഒരു നദിയിൽ സ്നാനപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ യാത്രാ ചെലവ് പോയിട്ട് 500 രൂപ അവനും 500 രൂപ എനിക്ക് സ്വതന്ത്രം വീട്ടിൽ കൊണ്ടുവരാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. 3 ആത്മാക്കൾ സർവ്വലോകത്തെക്കാളും വിലയേറുന്ന ആ സ്നാനത്തിന് വേണ്ടി തലേ ദിവസം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ മോത്തിലാൽ എന്ന് പറയുന്നതായ ഒരു പിതാവ്, ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോണവർ സാക്ഷ്യം പറയണം, പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുത്തെ പാസ്റ്ററുടെ അനുജൻ, പിന്നെ സഹോദരൻ സഭയിലുള്ള ഒരു വിശ്വാസി പയ്യൻ, അങ്ങനെ മറ്റൊരു സഹോദരി 3 പേരുമായിട്ട് അവിടെ ക്ലാസ് എടുത്തോണ്ട് നിൽക്കുമ്പോൾ രക്ഷപ്പെട്ട സ്നാനപ്പെട്ട ഒരു നല്ല പ്രായമുള്ള ഒരു അപ്പച്ചൻ അദ്ദേഹം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം വല്ലാണ്ട് വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി എന്തോ പ്രവൃത്തി അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്റെ ആ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാനുള്ളവർ സാക്ഷ്യം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു സാക്ഷ്യം പറയണം. ഞാൻ ചോദിച്ചത് എന്താണ് സാക്ഷ്യം? അത് എന്റെ ശരീരത്തിൽ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആസ്മയുടെ രോഗം ഈ സമയത്ത് ദൈവം എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഞാൻ പറഞ്ഞു, ശരിയാണോ എനിക്കും കൂടെ ഒന്ന് അറിയണമല്ലോ, ഒന്ന് ശ്വാസം പിടിച്ചു വിടാൻ പറഞ്ഞു. പോയി അസുഖം. അദ്ദേഹത്തെ 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഗുജറാത്തിൽ വെച്ച് കാണുമ്പോൾ ഒരു 150 പേര് ഇരിക്കുന്നിടത്ത് 10 പേര് സ്നാനപ്പെടുത്തിയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അദ്ദേഹം കയറി വന്നു. ഞങ്ങൾ മോത്തിലാലില്ലേ, അതെ സഹോദര, അന്നത്തെ അസുഖം മാറിയിട്ടുണ്ടോ സഹോദരി? ഇപ്പൊ എങ്ങനെയുണ്ട്? അത് പാസ്റ്ററെ അന്ന് പോയി അസുഖം 2 വർഷമായി ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് പലരും സ്വാതന്ത്ര്യ സർക്കസ് കാണിക്കുന്നിടത്ത് സ്വാതന്ത്ര്യ മദ്യപാനം ഉപേക്ഷിച്ചു, അവന് സ്വാതന്ത്ര്യ പിന്നെ പഞ്ചറൊട്ടി വന്നവൻ ആംബുലൻസിൽ നിന്ന് സുഖം പ്രാപിച്ചു. 3 അത് പോയി നോക്കണം. 3 അന്ന് ചത്തതിനെ എനിക്കറിയാം. മദ്യപാനം മാറിയെന്ന് പറഞ്ഞിട്ട് തലേ പാട്ടീസ് ഓടിച്ചോണ്ട് നടന്നവരെ പിടിച്ചപ്പോൾ ഉദയംകുളങ്ങര ഒരു നിരീശ്വരവാദിയെ പോലെയുള്ള ഡോക്ടർ പിടിച്ചിട്ട് ചോദിച്ചുകൂടാ, ഇന്നലെ നീ ഇന്നമൃതന്റെ സ്റ്റേജിൽ കയറി മദ്യപാനം മാറിയെന്ന് പറഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത്, അതിന് എനിക്ക് എന്തിനാണ് നഷ്ടം? ബ്രദർ പറയുന്നിടത്ത് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ 500 രൂപ കിട്ടും, ഒരു കുപ്പി എടുക്കാം, 2 വാക്ക് പറയണമെന്നല്ലേ ഉള്ളൂ. ആ ബ്രദർ ഇപ്പം പോയി കത്തോലിക്കെന്ന് വന്ന ബ്രദർ കത്തോലിക്ക മീന് കുക്കറി ഷോയും നടത്തിയിട്ട് ഇപ്പൊ സഹോദരം അത് ടെലിവിഷൻ ചാനലിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സഹോദരം യഹോവയുടെ കയ്യിൽ ഒരു സഹോദരം അത് പാനപാത്രം ഇരിപ്പുണ്ട്, അതിൽ മദ്യം നിറഞ്ഞിരിക്കുന്നു, അത് സഹോദരം അത് ഭൂമിയിലെ ദുഷ്ടന്മാരെല്ലാം വലിച്ചു പിടിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒറിജിനൽ പിടിച്ചതാര്? എന്നിട്ടൊരു ചിരിയും പറ്റിച്ച് മണ്ട ദൈവത്തിന്റെ കയ്യിലുള്ളതായ മദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബീവറേജ് കിട്ടണമല്ല, നിർത്തലാക്കി എന്ന് പറഞ്ഞത് നിറത്തിലാക്കിയ മദ്യം അല്ല, ദൈവക്രോധത്തിന്റെ മദ്യം. വെളിപ്പാട് പുസ്തകം നീ പഠി ആ ദൈവക്രോധത്തിന്റെ മദ്യം നീ രാവും പകരമായി കുടിക്കേണ്ടി വരും. അപ്പോൾ നീ ഇവിടുന്ന് വാട്ടീസം അടിച്ചിട്ട് സ്വാതന്ത്ര്യം ദൈവദാസന്മാർ ഉപദേശം കാണുമ്പോൾ നിനക്കൊരു എരിപ്പുണ്ട്, ഒരു പല്ലുകടിയുണ്ട്, അത് നരകത്തിലോട്ട് പോകാനുള്ള ലക്ഷണമാണ്. പല്ലുകടിക്കണവനെ കണ്ടാൽ നിങ്ങൾ ഒന്നും പറയണ്ട, ഇവരെ നരകത്തിൽ പോകാനുള്ള ട്രെയിനിങ് എടുക്കുകയാണ് സഹോദര. കാരണം അവിടെ ഉള്ളതാണ് പല്ലുകടി സഹോദര. സേഫാനോസ് മരിക്കാൻ നേരത്തെ എന്തെന്ന് അവന് നേരെ കോപമനുസരായി മറ്റുള്ളവർ പല്ല് കടിച്ചു. പക്ഷെ അവനെ അല്ല അവൻ നോക്കിയത്, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തു വീരമൃത്യു മരിക്കുന്നതായ ആ സ്വതന്ത്ര സേഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുക. സല്യൂട്ട് ചെയ്ത് അവനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് ഈ പാവം ഇവർക്ക് നിർത്തരുത്, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. അതാണ് ദൈവഭക്തൻ. ഹല്ലേലൂയ.
ഒരു ഗ്രിഗാൻസിനെ 2 പിഞ്ചോമകളെ അന്ന് രാത്രിയും അവര് കുഷ്ഠരോഗികളെ മരം വെച്ച് തേച്ച് കഴുകി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒറീസയുടെ മണ്ണിൽ ആ രാത്രിയുടെ യാമത്തിൽ ഒരല്പം അരക്കണ്ണടയ്ക്കാൻ അവർ സഞ്ചരിച്ചതായ ജീപ്പ് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിട്ടിട്ട് ഒന്ന് അരക്കണ്ണടഞ്ഞു വരുമ്പോൾ ഒരു സുവിശേഷ വിരോധി പെട്രോൾ ഒഴിച്ച് അപ്പനെയും മക്കളെയും കത്തിച്ചു കളഞ്ഞു. 20 വർഷമായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിധവയായ ഗ്ലാഡിസ് അവരുടെ മകൾ ഈ സുവിശേഷ വിരോധികളെ കൈയോടെ പിടിച്ച് പോലീസ് അധികാരികൾ അവരോട് വന്നിട്ട് ചോദിച്ചു, ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അവർ പറഞ്ഞു, എന്റെ ഭർത്താവ് ദൈവം ഏൽപ്പിച്ച വേല ചെയ്തു പോയി, എന്റെ കുഞ്ഞുങ്ങൾ അവരെ ഏൽപ്പിച്ച ദൗത്യം ചെയ്ത് തെറ്റിയതയിൽ പോയി, അവരെ നിങ്ങൾക്ക് ആർക്കും തിരികെ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ യേശു ചെയ്ത മാതൃകയും ഞങ്ങൾ സ്വീകരിച്ച മാതൃകയും പ്രതികാരത്തിന്റെ മാർഗമല്ല, ഞങ്ങൾ അവരോട് ക്ഷമിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു 46 സങ്കീർത്തനം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവേൻ, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും, ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. നമ്മൾ സൈലന്റ് ആയാൽ ദൈവം വയലന്റ് ആകും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പലരുടെ മുമ്പിൽ വയലന്റ് ആകുന്നത് കൊണ്ട് സ്വർഗ്ഗത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തത്. നീ സൈലന്റ് ആയി താണിരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രതികാരം നടത്തും. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒറീസയുടെ അതേ മണ്ണിൽ ശക്തമേറിയ കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് ഒരു മിഷണറിയുടെയും പിഞ്ചോമനകളുടെയും യൗവന രക്തം, ബാല്യ രക്തം അവിടെ ചൊരിഞ്ഞ സ്ഥാനത്ത് ആയിരങ്ങളെ 10,000 കൊടുങ്കാറ്റിലും പേമാരിയിലും ദൈവം ന്യായം വിധിച്ചുകൊണ്ട് അവിടെ JCB കൊണ്ട് കുടിയെടുത്ത് മത്തിയും ചാറയും വേസ്റ്റ് വന്നതിനെ കുടിച്ചു മൂടുന്നത് പോലെ കുടിച്ചു മൂടി എന്റെ ദൈവം പ്രതികാരം നടത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലത്തിൽ ഈ 2021 അവസാനം നിനക്ക് വേണ്ടി ദേശത്തിൽ ചിലരോട് ദൈവം സംസാരിക്കും. പ്രതികാരത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി പ്രകാശിക്കും. എന്റെ കയ്യെ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞവർ, കാലിനെ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞവർ, പലരുടെയും വീടുകൾ ആലയങ്ങളായി മാറി. പലരുടെയും സ്വാതന്ത്ര്യ കള്ള ആലയ കേസുകൾ പറഞ്ഞവർ, തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചു കിടക്കപ്പെടുമ്പോൾ തീർന്നെന്ന് പറഞ്ഞവർ, പല രോഗങ്ങളാൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ നിന്നെ ശമിക്കുന്നവരെ ശമിക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലത്ത് അവർ ജാതികളുടെ ഇടയിൽ ഉന്നതരാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. ദേശത്തിന്റെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, തന്റെ ജനത്തെ ദൈവത്തിലേക്ക് തിരിച്ചു വരുത്തിക്കൊണ്ട് ഇന്ന് പകൽക്കാലത്ത് വാക്കുകളാലോ പ്രവൃത്തികളാലോ എവിടെയെങ്കിലും ദൈവത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ അന്യപ്പെട്ടു പോയെങ്കിൽ ഈ പകൽക്കാലം നമ്മൾ മടങ്ങി വന്നോളണം.